العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആഴ്ച ക്ലാസ്സിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുഅ്മിനീങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തെ ഓർമ്മിപ്പിക്കലാണ്. നാം അറിയാതെയോ അറിഞ്ഞോ ആ ഒരു അനുഗ്രഹത്തെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ രണ്ട് അനുഗ്രഹങ്ങളാണ്. അധിക ജനങ്ങളും അധിക പേരും നഷ്ടപ്പെടുത്തി കളയുന്ന, വഞ്ചിതരാകുന്ന രണ്ട് നിഅമത്തുകൾ, അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയങ്ങളും. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യും, ഹിസാബ് ഉണ്ടാകും. നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഹിസാബിൽ വിശ്വസിക്കുക എന്നുള്ളത്. ആ ഹിസാബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നി ആദമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും അടിമകൾക്ക് അവൻ്റെ കാലം നനക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് അവനോട് ചോദിക്കപ്പെടാതെ. നാളെ ആഖിറത്തിൽ 5 കാര്യങ്ങൾ അവനോട് ചോദിക്കപ്പെടും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നെണ്ണി. ഒന്നാമത്തത് അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്, അവൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച്. 60-70 വർഷം ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ചൊരുവനോട് ആ 70 വർഷം എന്ത് ചെയ്തു, ആ 70 വർഷം നീ എങ്ങനെ അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നാളെ ആഖിറത്തിൽ അള്ളാഹിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തെ ചോദ്യം വഅൻ ശബാബിഹി ഫീമാ അബ്ലാഹ്, ജീവിതത്തെ സംബന്ധിച്ച് ചോദിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം പ്രത്യേകമായിട്ട് നിന്റെ യൗവന കാലഘട്ടം നീ എന്ത് ചെയ്തു, നിന്റെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുള്ള എന്തും ചെയ്യാൻ ആഗ്രഹിക്കുകയും അത് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം. അഥവാ നാളെ ആഖിറത്തിൽ നമ്മുടെ ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കും, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ചോദിക്കും. അതിലുപരി പ്രത്യേകമായിട്ട് നമ്മുടെ യൗവനത്തെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും. നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള ആ കാലഘട്ടത്തെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും. ഫീമാ അബ്ലാഹ്, അത് നശിപ്പിച്ചു കളഞ്ഞത്, ആ ആരോഗ്യത്തെ നീ ഇല്ലാതാക്കിയത് ഏതിലാണ്? നാളെ ആഖിറത്തിൽ നമുക്ക് മറുപടി പറയേണ്ടി വരും. അതുപോലെ നാളെ ആഖിറത്തിൽ പ്രത്യേകമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ യൗവന കാലഘട്ടം, യുവത്വ കാലഘട്ടം. ആ ഒരു ഓർമ്മ നമുക്കുണ്ടാകണം. അടുത്തത് വമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹ്, അവൻ്റെ സമ്പത്തിനെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും. എവിടുന്നാണ് ആ സമ്പത്ത് ഉണ്ടാക്കിയത്, എവിടെയാണ് ആ സമ്പത്ത് ചിലവഴിച്ചത്? നാളെ ആഖിറത്തിൽ ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് വളരെ സൂക്ഷ്മത പാലിക്കണം. സാമ്പത്തിക മേഖലയിൽ അനർഹമായിട്ടൊന്നും സമ്പാദിക്കാൻ പാടില്ല. ചിലവഴിക്കാൻ പറ്റാത്തൊരു മേഖലയിൽ ഒരിക്കലും ചിലവഴിക്കാനും പാടില്ല. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ചോദ്യം വമാദാ അമില ഫീമാ അലിമ, ദീൻ മനസ്സിലാക്കിയതിൽ നിന്നും നീ എന്താണ് അമൽ ചെയ്തത്? പഠിച്ച ഇൽമ കൊണ്ട് നീ എന്താണ് അമൽ ചെയ്തത്? ഈ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ അടിമകളോട് ചോദിക്കും.
ഇതിൽ പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ യൗവന കാലഘട്ടത്തെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും. സാധാരണ രീതി നമ്മുടെ നാട്ടിലെ പതിവ്, ശരീരത്തിനും മനസ്സിനൊക്കെ ആരോഗ്യമുള്ള ആ കാലഘട്ടം, അത് മനസ്സിനെന്താണോ തോന്നുന്നത്, നഫ്സിനെന്താണോ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് ജീവിച്ച് തിമിർത്ത് ആടിപ്പാടി അത് തീർക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ശരീരത്തിൻ്റെ തോലുകളൊക്കെ ചുക്കിച്ചുളിഞ്ഞ് വാർദ്ധക്യ സഹജമായിട്ടൊന്നും സുജൂദ് പോലും ശരിക്കും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ പള്ളിയുടെ മൂലക്ക് വന്നിരിക്കും. എന്നിട്ട് കഴിയാവുന്നത്ര ഇബാദത്തുകൾ ചെയ്യും. അത് നമ്മുടെ നാട്ടിലെ രീതി. സഹോദരന്മാരെ, നാളെ ആഖിറത്തിൽ നിന്റെ ശരീരത്തിന് ആരോഗ്യമുള്ള ആ കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തു, അതിനെ നീ എങ്ങനെ ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി വരെ നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തെ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മോട് കൽപ്പിച്ചു. 5 കാര്യങ്ങളുണ്ട്. അത് നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പ് അത് ഉപയോഗപ്പെടുത്തണം. നാളെ ആഖിറത്തിലേക്ക് വേണ്ടി അത് വല്ലാത്ത രീതിയിൽ ഉപയോഗിക്കണം. അതിലൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ശബാബക ഖബ്ല ഹറമിക്. നിന്റെ ശരീരത്തിന് വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗിക്കുക. നിന്റെ യൗവന കാലഘട്ടത്തെ നീ ഉപയോഗിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് യൗവന കാലഘട്ടം, യുവത്വം എന്നുള്ളത്. ഖുർആനിലും ഹദീസിലും പ്രത്യേകമായിട്ട് എടുത്തു പറയപ്പെട്ട ഒരു കാലഘട്ടം. ആദ്യം സൂചിപ്പിച്ച ഹദീസിൽ നാളെ ആഖിറത്തിൽ പ്രത്യേകമായിട്ട് അള്ളാഹു ചോദിക്കുന്ന കാലഘട്ടം. നമ്മുടെ വാർദ്ധക്യ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ചോദ്യമില്ല. ചെറിയ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ചോദ്യമില്ല. അതൊക്കെ നമ്മുടെ മൊത്തം ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കുന്നതിൽ പെട്ടു. മറിച്ച് യൗവന കാലഘട്ടത്തിൽ, നിനക്ക് ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ, എന്തും ചെയ്യാൻ കഴിയുന്ന ആ സാഹചര്യത്തിൽ, ആ സമയത്ത് നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം പ്രത്യേകമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യമുള്ള, ശാരീരികമായും മാനസികമായും എന്തിനും പോകുന്ന ആ ഒരു അവസ്ഥ, യുവത്വ കാലഘട്ടം, യൗവന കാലഘട്ടം, അതിനെ ഉപയോഗപ്പെടുത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തി. ഈ 2 കാര്യങ്ങളുണ്ട് പ്രത്യേകത നമ്മുടെ യൗവന കാലഘട്ടത്തിൽ. മൂന്നാമത്തേത്, നാളെ ആഖിറത്തിൽ പ്രത്യേകം പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരാണ് യുവാക്കൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആൾക്കാർ, അവർക്ക് നാളെ ആഖിറത്തിൽ അള്ളാഹു തണൽ നൽകി, പ്രത്യേകം തണൽ നൽകി ആദരിക്കും, ബഹുമാനിക്കും, ആ സ്ഥാനം നൽകും. മാലോകരെ ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറിൽ ആർക്കും അള്ളാഹുവിൻ്റെ തണലില്ലാത്ത, മറ്റൊരു തണലില്ലാത്ത, അള്ളാഹുവിലേക്ക് മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടം. നമുക്കറിയാം, അവിടെ പിന്നെ ആർക്കും ഒരിതുമില്ല. അന്ന് അധികാരം മുഴുവൻ അള്ളാഹുവിനാണ്. എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിച്ചിരിക്കുന്ന ആ കാലം, ആ സമയം. പ്രവാചകന്മാർ പോലും സ്വന്തം നഫ്സിനെ വിളിച്ചോടുന്ന സമയം, നഫ്സി നഫ്സി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ പ്രവാചകന്മാർ പോലും പ്രയാസപ്പെടുന്ന ആ സമയം. ആ സമയം 7 വിഭാഗം ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തണൽ നൽകി ബഹുമാനിക്കും, ആദരിക്കും. അതിലൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ യുവാവ്, തൻ്റെ യൗവന കാലഘട്ടം, ആരോഗ്യ കാലഘട്ടം, അത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച, ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവഴിച്ചവൻ നാളെ ആഖിറത്തിൽ ബഹുമാനിക്കപ്പെടും, ആദരിക്കപ്പെടും മാലോകർക്ക് മുമ്പിൽ. ഇതൊക്കെ നമ്മുടെ യൗവന കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്കേറെ ഗുണപാഠങ്ങളുണ്ട്. നാം ചിന്തിക്കാൻ കുറേയുണ്ട് സഹാബാക്കളുടെ ജീവിതത്തിൽ. സഹോദരന്മാരെ, നമ്മൾ പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ കുറേ അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ ആരോഗ്യം ഞാൻ തീർത്തത്, എൻ്റെ ചോര ഞാൻ നീരാക്കിയത് ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറയാറുണ്ട് പലപ്പോഴും. പക്ഷെ ഒരാളും പറയാറില്ല, എൻ്റെ ആരോഗ്യ കാലഘട്ടം ഞാൻ ചിലവഴിച്ചത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ടാണ്. ഇല്ല.
എനിക്കെല്ലാം കഴിയുന്ന ആ ഒരു ജീവിത കാലഘട്ടം ഞാൻ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്നവർ വളരെ ചുരുക്കം. അതൊക്കെ ഞാൻ ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ആരോഗ്യ കാലഘട്ടം ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി അത് തീർത്തു. ആ ആരോഗ്യം ഞാൻ നശിപ്പിച്ചു ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി. ആരും അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഞാൻ എൻ്റെ ആരോഗ്യം ചിലവഴിച്ചു എന്ന് പറയാറില്ല. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. എൻ്റെ ആരോഗ്യ കാലഘട്ടം അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഞാൻ ചിലവഴിച്ചു, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തു. അങ്ങനെ പറയാൻ കഴിയും സഹാബാക്കൾ ചെയ്തതുപോലെ. മഹാനായ സഹാബി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സഹാബിയാണ്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലൂടെ ഇസ്ലാം സ്വീകരിച്ച സഹാബി, അൻസാരിയായ സഹാബിയാണ്, അൻസാറിൽപ്പെട്ട വലിയ നേതാവാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്ന് പ്രബോധനം ആരംഭിച്ചു. ആ തുടക്കകാലത്ത് തന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകൾക്കിടയിലും മുഹാജിരീങ്ങൾക്കിടയിലും സഹോദര ബന്ധം സ്ഥാപിച്ചപ്പോൾ അൻസാരിയായ സഹാബി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് സഹോദരനായി ലഭിച്ചത് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദ്റിലും ഉഹദിലും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഖന്ദഖ് യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം 30-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു. ശേഷം റസൂലിൻ്റെ കൂടെ ബദ്റിലും ഉഹദിലും ഖന്ദഖിലും പങ്കെടുത്തു. ഖന്ദഖ് യുദ്ധവേളയിൽ അദ്ദേഹത്തിന് ഒരു അമ്പേറ്റു. അങ്ങനെ പരിക്കേറ്റ് അദ്ദേഹം തിരിച്ച് മദീനയിലേക്ക് വന്ന് ഒരു മാസക്കാലം അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ കിടപ്പിലായിരുന്നു. അങ്ങനെ ഒരു മാസത്തിന് ശേഷം സഹാബി ഷഹീദായി വഫാത്തായി. അന്ന് രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, താങ്കളുടെ ഒരു സഹാബി ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. ഫുതിഹത് ലഹു അബ്വാബുസ് സമാഇ, ആ സഹാബിയുടെ നഫ്സിനെ സ്വീകരിക്കാൻ, റൂഹിനെ സ്വീകരിക്കാൻ ആകാശവാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. വശഹിദഹു 70,000 മിനൽ മലായിക, അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഷഹീദാകുന്നത് 36-ാമത്തെ വയസ്സിലാണ്. ഈ ഭൂമിയിൽ അദ്ദേഹം മുസ്ലിമായി ജീവിച്ചത് വെറും 6 വർഷം. 5 വർഷം പൂർത്തിയാക്കി 6-ാമത്തെ വർഷം മുസ്ലിമായി ജീവിച്ചത്. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായ സഹാബിയാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ ആകാശ ലോകത്തിൽ നിന്നും 70,000 മലക്കുകൾ ഇറങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അറിയിപ്പ് കൊടുക്കാൻ, സന്തോഷ വാർത്ത അറിയിക്കാൻ. അതുപോലെ തന്നെ ഇഹ്തസ്സ ലിമൗതിഹി അർശുർ റഹ്മാൻ, സഅദ് ബിൻ മുആദിൻ്റെ മരണ വാർത്ത അറിഞ്ഞ് അള്ളാഹുവിൻ്റെ അർശ് ഒന്ന് അനങ്ങി. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, സഅദിൻ്റെ നഫ്സിനെ സ്വീകരിക്കാനുള്ള സന്തോഷം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അർശ് ഒന്ന് അനങ്ങിയത്. 6 വർഷം കൊണ്ടാണ് ആ സഹാബി ഇത്രയും വലിയ സ്ഥാനം നേടിയെടുത്തത്. നമ്മൾ വർഷങ്ങളായി മുസ്ലിമായി ജീവിക്കുന്നു. എടുത്തു പറയാൻ പോലും അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇന്നത് ഞാൻ ചെയ്തു എന്ന് നമ്മുടെ മുമ്പിൽ പറയാനില്ല. സ്വന്തം ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ, അത് ആലോചിച്ച് ഒന്ന് സമാധാനമടയാൻ, തൃപ്തി അടയാൻ പോലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടിയിട്ട് നാം സമയം ചെലവഴിച്ചിട്ടില്ല, ആരോഗ്യം ചെലവഴിച്ചിട്ടില്ല. വളരെ ആലോചിക്കേണ്ട വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു പട്ടിൻ്റെ വസ്ത്രം കൊണ്ടുവന്നു, നല്ലൊരു പട്ടിൻ്റെ വസ്ത്രം. അള്ളാഹിൻ്റെ റസൂൽ അത് എടുത്തുയർത്തി സഹാബാക്കൾക്ക് മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, ലമനാദീലു സഅദിൻ ഫിൽ ജന്നത്തി അഹ്സനു മിൻ ഹാദാ, സഅദ് ബിൻ മുആദിന് സ്വർഗത്തിൽ കിട്ടുന്ന തൂവാല ഇതിനേക്കാൾ നല്ലതാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ നാളെ സ്വർഗത്തിലെ സ്ഥാനം സഹാബാക്കൾക്ക് അറിയിച്ചു. 6 വർഷം കൊണ്ടാണ് ആ സഹാബി ഈ നിലയിലെത്തിയത്. തൻ്റെ ആരോഗ്യ കാലഘട്ടം അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുത്തു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു സഹാബി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്തു അന മിമ്മൻ ഹഫറ ലി സഅദിൻ ഖബ്റഹു ബിൽ ബഖീഅ, ജന്നത്തുൽ ബഖീഅയിലാണ് സഅദ് ബിൻ മുആദ് ദഫൻ ചെയ്യപ്പെട്ടത്.
ആ ജന്നത്തുൽ ബഖീഇൽ സഅദ് ബിൻ മുആദിന് വേണ്ടി ഖബർ കുഴിക്കുന്നതിൽ ഞാനും ഉണ്ടായിരുന്നു. അബൂ സഈദ് അൽ ഖുദ്രി പറയാൻ, ഞാനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വകാന യഖ്ഫൂഹു അലൈനൽ മിസ്ക കുല്ലമാ ഹഫർനാ, നമ്മൾ ഖബർ കുഴിക്കുന്നവരും ഓരോ പ്രാവശ്യം മണ്ണെടുത്ത് പുറത്തേക്ക് എടുക്കുമ്പോഴും ആ ഖബറിൻ്റെ ഉള്ളിൽ നിന്നും നല്ല സുഗന്ധം നാം അനുഭവിച്ചിരുന്നു. സഅദ് ബിൻ മുആദിന്റെ ജനാസ ഖബറിലേക്ക് എടുത്തു വെച്ചിട്ടില്ല. അപ്പോഴേക്കും സ്വീകരിക്കാൻ ആ ഭൂമിയും തയ്യാറായി ആ സഹാബിയുടെ ജനാസയെ. അതാണ് സഹാബാക്കൾ. 6 വർഷം കൊണ്ടാണ് ആ സഹാബി ഈ നിലയിലെത്തിയത്. സഹോദരന്മാർ, നമുക്ക് ചിന്തിക്കാൻ ഏറെയുണ്ട്. നമ്മുടെ ആയുസ്സും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും എന്തിലൊക്കെയോ ഇല്ലാതായി പോവുകയാണ്. നാം എന്തൊക്കെയോ വിചാരിച്ചിട്ട് അള്ളാഹിൻ്റെ ദീനല്ലാത്ത മറ്റെന്തിലൊക്കെയോ നമ്മുടെ ആരോഗ്യവും സമയവും നഷ്ടപ്പെടുത്താണ്, നാം ഇല്ലാതാക്കുകയാണ്. എന്നാൽ ആഖിറത്തിൽ ഇതിനെ സംബന്ധിച്ച് പ്രത്യേകമായി ചോദ്യമുണ്ടാകുന്നൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ മഹാനായ സഹാബി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വളരെ സുഖലോലുഭനായ ആഡംബരത്തിൽ ജീവിച്ച സഹാബിയാണ്. മക്കത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും വലിയ പൈസക്കാരനായിരുന്നു, പണക്കാരായിരുന്നു. ആ ഉമ്മയുടെയും ഉപ്പയുടെയും ലാളനയിൽ നല്ല സുഖലോലുപനായ ആഡംബരത്തിൽ ജീവിച്ച സഹാബി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായിട്ട് പ്രബോധനം ആരംഭിച്ചു. ദാറുൽ അർഖമിൽ സഹാബി മുസ്ലിമായി. ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ മുസ്ലിമായി ദാറുൽ അർഖമിൽ വെച്ചിട്ട്. അദ്ദേഹം തൻ്റെ ഇസ്ലാം മറച്ചു വെച്ചു, പ്രകടിപ്പിച്ചില്ല, ആർക്കു മുമ്പിലും അറിയിച്ചില്ല. അവസാനം പിടിക്കപ്പെട്ടു. അദ്ദേഹം വളരെ കണിശമായ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉമ്മ വീട്ടിൽ നിന്നും പുറത്താക്കി. ഖുറൈശികളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ സഹാബി ഹബശയിലേക്ക് ഹിജറ പോയി. അവിടുന്ന് സഹാബാക്കൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും തിരിച്ച് മക്കയിലേക്ക് വന്നു. പിന്നെയും പ്രയാസം തുടങ്ങി, ബുദ്ധിമുട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഉമ്മാരെ കുടുംബം ഉപദ്രവിക്കാൻ തുടങ്ങി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം 2ാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ഏതാനും ചില അൻസാറുകളുടെ കൂടെ അദ്ദേഹം മദീനയിലേക്ക് പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പറഞ്ഞയച്ചു. മദീനയിലേക്ക് ആദ്യമായിട്ട് ഹിജ്റ പോയ സഹാബിയാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. സഹാബി പോയി ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം മദീനയിൽ ചെന്നു. അവിടുത്തെ അൻസാറുകൾക്ക്, മദീന നിവാസികൾക്ക്, യസ്രിബിലെ ആൾക്കാർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്ത് നല്ല വാക്ചാതുര്യമുള്ള സഹാബിയാണ്. നല്ല രീതിയിൽ സംസാരിക്കും. അങ്ങനെ മദീനയിൽ ഇസ്ലാമിൻ്റെ കാറ്റടിച്ചു. ഓരോരുത്തരും മുസ്അബിൻ്റെ കൈകളിലൂടെ ഇസ്ലാമിലേക്ക് വന്നു. മദീന ഇസ്ലാമിലേക്ക് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ആ മദീന ഒന്നടങ്കം റസൂലിനെ സ്വീകരിക്കാൻ സന്നദ്ധരായിരുന്നു. അത് മുസ്അബിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. മുസ്അബാണ് പണിയെടുത്തത്. ആ മദീനയെ ഒന്നടങ്കം റസൂലിനെ സ്വീകരിക്കാനുള്ള പാകത്തിൽ മുസ്അബിൻ്റെ അധ്വാനം കൊണ്ടെത്തിച്ചു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. ആദ്യം അന്വേഷിച്ചത് എൻ്റെ മുസ്അബ് എവിടെ. അള്ളാഹുവിൻ്റെ റസൂലും സഹാബാക്കളും കൂടിയിരിക്കുകയാണ്. ആ സദസ്സിലേക്ക് മുസ്അബ് ബിൻ ഉമൈർ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ വേഷം ഒരു ചാക്കുടുത്തിട്ടുണ്ട്, ഒന്ന് പുതച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കരഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അന്ന് മുസ്അബിനെ ഞാൻ മക്കത്ത് കണ്ടിട്ടുണ്ട്. അന്ന് മുസ്അബിനേക്കാൾ നല്ല വസ്ത്രം മക്കത്ത് ആരും ഉപയോഗിച്ചിട്ടില്ല. മുസ്അബ് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല സുഗന്ധം അന്ന് മക്കത്ത് ആരും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ ഈ വ്യക്തിയെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടും അള്ളാഹിൻ്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. അള്ളാഹിൻ്റെ റസൂൽ കരഞ്ഞു ആ രൂപം കണ്ടിട്ട്. എല്ലാം ഉപേക്ഷിച്ച് ദുനിയാവും അതിലെ സകല സൗകര്യങ്ങളും അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചു ആ സഹാബി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഉഹദിൻ്റെ രണാങ്കളം അദ്ദേഹമാണ് ഇസ്ലാമിൻ്റെ പതാകവാഹകൻ. ഇസ്ലാമിൻ്റെ പതാക പിടിച്ചിട്ടുണ്ട്. ഇബ്നു ഖമിഅ എന്ന ശത്രുവാൽ അദ്ദേഹത്തിൻ്റെ വലത് കൈ ഛേദിക്കപ്പെട്ടു. തൻ്റെ വലത് കൈയിലുള്ള പതാക ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇടത് കൈ ഛേദിക്കപ്പെട്ടു. ബാക്കിയുള്ള 2 പാർശ്വങ്ങൾ കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇസ്ലാമിൻ്റെ പതാകയെ. ഇബ്നു ഖമിഅ എന്ന ശത്രു അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കുത്തി വീഴ്ത്തി. 70-ൽ പരം വെട്ടും കുത്തുകളും ആ ശരീരത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഉഹദിൽ ഷഹീദായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞപ്പോൾ
ഉഹദ് രണാങ്കളത്തിലേക്കൊന്ന് ഇറങ്ങി സഹാബാക്കളുടെ മയ്യത്തുകൾ അന്വേഷിച്ചുകൊണ്ട്, ശുഹദാക്കളുടെ ഓരോ മയ്യത്തും ഇങ്ങനെ കാണുന്നതിനിടയിൽ മുസ്അബിൻ്റെ മയ്യത്ത് അള്ളാഹിൻ്റെ റസൂല് കണ്ടു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ താടി രോമങ്ങൾ നനയുമാർ അള്ളാഹിൻ്റെ റസൂല് കരഞ്ഞു. ആ കരയുന്നതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊണ്ടേയിരുന്നു, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹി അലൈഹി, അള്ളാഹുവിന് കൊടുത്ത കരാർ പൂർത്തീകരിച്ച ചില മുഅ്മിനീങ്ങളുണ്ട്. ഈ ആയത്ത് ഓതിക്കൊണ്ടേയിരുന്നു. മുസ്അബിൻ്റെ ശരീരം, മൃതശരീരം അള്ളാഹിൻ്റെ റസൂല് കണ്ടപ്പോൾ അങ്ങനെ ദഫൻ ചെയ്യാൻ വേണ്ടി മയ്യത്തെടുത്തു. അദ്ദേഹത്തിൻ്റെ കഫൻ ചെയ്യാൻ വേണ്ടി ഒരു തുണിയെ അദ്ദേഹം ബാക്കിയാക്കിയിട്ടുള്ളൂ. ആ തുണി കാല് ഭാഗം മറക്കുമ്പോൾ തല പുറത്താവും, തല മറക്കുമ്പം കാല് പുറത്താവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലഭാഗം തുണി കൊണ്ട് മറച്ച് കാൽ ഭാഗം പുല്ല് വെച്ചിട്ട് മറക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് കൽപ്പിച്ചു. ഇതാണ് സഹാബാക്കൾ. 40-ാമത്തെ വയസ്സിലാണ് സഹാബി ഷഹീദാകുന്നത്. വെറും 40-ാമത്തെ വയസ്സിൽ ഇത്രയും വലിയ ത്യാഗങ്ങൾ സഹിച്ച് തൻ്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടി കൊടുത്തു സഹാബി. നമുക്ക് മാതൃകയുണ്ട് ഈ രണ്ട് സഹാബാക്കൾ. നമ്മുടെ ആരോഗ്യ കാലഘട്ടം എന്തിലൊക്കെയോ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയാണ്. ഇപ്പോഴത്തെ യുവസമൂഹം വെറുതെ ദുനിയാവിൻ്റെ പിറകെ പോയി ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന സമൂഹത്തിന് ഈ രണ്ട് സഹാബാക്കളിൽ ഉദാത്തമായ മാതൃകയുണ്ട്. ഇതാണ് ഒന്നാമതായിട്ട് എനിക്ക് ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ യൗവന കാലഘട്ടം, ആരോഗ്യ കാലഘട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക. സഹാബാക്കൾ ചിലവഴിച്ചതുപോലെ സഹാബാക്കൾ അതിൽ നമുക്ക് മാതൃകയുണ്ട്. രണ്ടാമത്തേത്, ദീൻ പഠിക്കുന്നവർ, നമ്മുടെ യുവാക്കൾ, ദീൻ പഠിക്കുന്ന യുവാക്കൾ, ദീൻ പഠിക്കുന്ന മേഖലയിലേക്ക് മാറി നിൽക്കുന്നവർ, അവർ ശ്രദ്ധിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅതു ഹത്താ യുഖ്ബലൽ ഇൽമു, ഇൽമ് ഉയർത്തപ്പെടുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. വതൽഹറുൽ ഫിതനു, ഫിത്നകൾ വ്യാപിക്കുന്നത് വരെ. ഇൽമ് ഉയർത്തപ്പെടും, ഖുർആന്റെയും സുന്നത്തിൻ്റെയും ഇൽമ് ഉയർത്തപ്പെടും, ഫിത്നകൾ വ്യാപിക്കും, പ്രകടമായിട്ട് ഫിത്നകൾ വരാൻ തുടങ്ങും. ദീനിൻ്റെ വിഷയത്തിലാണെങ്കിലും ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിലും ഫിത്നകൾ വ്യാപിക്കും. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ആ ഇൽമിനെ ഉയർത്തപ്പെടുന്ന രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ മിനൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നൊരു ദിവസം അടിമകളിൽ നിന്നും ഇൽമിനെ ഉയർത്തുകയില്ല, മറിച്ച് യഖ്ബലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാഇ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിൽ നിന്നും ദീനിൻ്റെ ഇൽമ് ഉയർത്തുന്നത് ആ സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ്. പണ്ഡിതന്മാർ മരിക്കുമ്പോൾ, ഒരു പണ്ഡിതൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ വെക്കാൻ ഇന്നീ സമൂഹത്തിൽ ആളില്ല. ഒരു പണ്ഡിതൻ മരണപ്പെട്ടാൽ ദീനും കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും ഇൽമുള്ളൊരു പണ്ഡിതൻ, ഒരു ആലിമ് മരണപ്പെട്ടാൽ ഇൽമിൻ്റെ സ്ഥാനത്ത്, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പേര് പറയാൻ ഇന്ന് ഈ ഉമ്മത്തിൽ ആളില്ല. വലിയ ദുരന്തമാണ്, ഈ ഉമ്മത്തിൻ്റെ നഷ്ടമാണ് പണ്ഡിതന്മാരുടെ മരണം. ഈ ഉമ്മത്തിന് ആൾഫലം കുറവില്ല, നല്ല ആൾഫലമുണ്ട്. ഈ ഉമ്മത്തിന് സമ്പത്തിൻ്റെ കുറവില്ല, നല്ല സമ്പത്തുണ്ട്. പക്ഷെ ഇന്ന് ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പണ്ഡിതന്മാരുടെ മരണമാണ്. ഇൽമുള്ള, കിതാബിലും സുന്നത്തിലും അഗാധമായ ഇൽമുള്ള, ഓരോ സമയത്തും ഉമ്മത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവരെ ഹിദായത്തിലേക്ക് നയിക്കുന്ന, മുൻപന്തിയിൽ നിൽക്കേണ്ട, അവരുടെ നേതാക്കന്മാരായി നിൽക്കേണ്ട ആലിമീങ്ങളുടെ മരണമാണ് ഇന്ന് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഉലമാക്കൾ ഓരോരുത്തരും മരിച്ചു പോവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ ഇദാ ലം യുബ്ഖി ആലിമ, അങ്ങനെ ഒരു ആലിമും ഉമ്മത്തിൽ അവശേഷിക്കാത്തൊരവസ്ഥ വരും. ഇത്തഖദൻ നാസു റൂസൻ ജുഹാല, ആ സമയത്ത് ജനങ്ങൾ അറിവില്ലാത്തവരെ നേതാക്കന്മാരായി കൊണ്ടുവരും, അറിവില്ലാത്തവരെ നേതാക്കന്മാരായി കൊണ്ടുവരും. ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അങ്ങനെ അവരോട് ദീനിൻ്റെ വിഷയങ്ങൾ ചോദിക്കപ്പെടും, ഫത്വകൾ ചോദിക്കപ്പെടും. ഫഅഫ്തൗ, അവർ ഫത്വ നൽകും. ബിഗൈരി ഇൽമിൻ, അള്ളാഹിൻ്റെ ദീനിൽ ഇൽമില്ലാതെ, അറിവില്ലാതെ, അവരുടെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് അവർ ദീനിൽ ഫത്വകൾ നൽകും. ഫദല്ലു വ അദല്ലു, അവർ സ്വയം പിഴക്കുകയും ജനങ്ങളെ വഴിപിഴപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇൽമ് ഉയർത്തപ്പെടുന്നത്. പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് ഇൽമ് ഉയർത്തപ്പെടുന്നത്. സഹോദരന്മാരെ, പണ്ഡിതന്മാരുടെ മരണം ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത വിടവാണ്.
മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മൗത്തുൽ ആലിമി സുൽമത്തുൻ ഫിൽ ഇസ്ലാമി ലാ യസുദ്ദുഹാ ഷൈഉൻ. ഒരു പണ്ഡിതൻ്റെ മരണം എന്നുള്ളത് ഇസ്ലാമിനേൽക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്, ഇസ്ലാമിൻ്റെ അംഗച്ഛേദം വരുത്തുന്നത് പോലെയാണ്. ലാ യസുദ്ദുഹാ ഷൈഉൻ, മറ്റൊരു കാര്യവും അതിനെ പരിഹരിക്കുകയില്ല, മറ്റൊരു കാര്യവും അതിനെ പരിഹരിക്കുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഖൗല് കാണാം, മൗത്തു അൽഫി ആബിദിൻ അഹ്വനു മിൻ മൗത്തി ആലിമിൻ ബസീരിൻ ബിഹലാലിൽ വൽ ഹറാം. 1000 സാധാരണക്കാർ മരണപ്പെടുന്നതിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് ഒരു ആലിമ് മരണപ്പെടുന്നതാണ്. അള്ളാഹിൻ്റെ ദീൻ അറിയുന്ന ഒരു ആലിമ് മരണപ്പെടുന്നതാണ് 1000 ആബിദുകൾ മരണപ്പെടുന്നതിനേക്കാൾ എനിക്ക് വേദന. കാരണം ആ ഒരു ആലിമിന് പകരം വെക്കാൻ ഈ ഉമ്മത്തിൽ ആളില്ലാതെ വരും. മഹാനായ സഹാബി സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു സഹാബാക്കളിൽ തന്നെ പണ്ഡിതനായിട്ട് അറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിൻ്റെ ജനാസ, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് സഹാബാക്കൾ പറഞ്ഞു, ദുഫിനൽ യൗമ ഇൽമുൻ കസീർ, ഇന്ന് ഈ 6 മണ്ണിലേക്ക് നാം എടുത്തു വെക്കുന്നത് വലിയ വിജ്ഞാന ശേഖരത്തെയാണ്, ഒരു വലിയ വിജ്ഞാനമാണ് നാം ഇന്ന് ഈ 6 മണ്ണിലേക്ക് എടുത്തു വെക്കുന്നത്. പക്ഷേ നമുക്ക് ഇബ്നു അബ്ബാസിൻ ഖലഫ, ഇബ്നു അബ്ബാസിൽ പ്രതീക്ഷയുണ്ട്. സഹാബാക്കൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പകരം സയ്യിദ് ബിൻ സാബിത്തിൻ്റെ പകരം വെക്കാൻ അക്കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് ഉണ്ടായിരുന്നു. സഹാബാക്കൾക്ക് ഒരു സമാധാനമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ അറിയപ്പെട്ട വലിയ വലിയ ആലിമികൾ മരണപ്പെട്ട് അവരുടെ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവർക്ക് പകരം വെക്കാൻ ഈ ഉമ്മത്തിൽ വേറൊരു പേര് നമുക്ക് കാണാൻ പറ്റുന്നില്ല. വലിയ ദുരന്തമാണത്. മഹാനായ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് സാക്ഷിയായിട്ട് ഒന്നാമത് പറഞ്ഞ അള്ളാഹിൻ്റെ പേരാണ്, രണ്ടാമത് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പേരാണ് പറഞ്ഞത്, മൂന്നാമത് വ ഉലുൽ ഇൽമി, ഇൽമുള്ളവരാണ്, കിതാബിലും സുന്നത്തിലും ഇൽമുള്ളവർ, അറിവുള്ളവർ. ഇവിടെ ആലിമീങ്ങൾ അള്ളാഹു പറയാൻ കാരണം ഒന്ന് അള്ളാഹുവാണ്, 2 മലക്കുകളാണ്. കാരണം ആകാശലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടികൾ മലക്കുകളാണ്. ഭൂമി ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആൾക്കാർ ആലിമീങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെയും അള്ളാഹിൻ്റെ മലക്കുകളുടെയും കൂടെ ആലിമീങ്ങളുടെ മൂന്നാമതായിട്ട് എണ്ണിയത്. അത്രയും വലിയ സ്ഥാനമുള്ളവരാണവർ, ഉമ്മത്തിൽ സമുദായത്തിൽ സ്ഥാനമുള്ളവരാണവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും. നിങ്ങളുടെ കൂട്ടത്തിൽ, സഹാബാക്കളെ റസൂൽ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ളവൻ അവനും എനിക്കും എത്രമാത്രം വ്യത്യാസമുണ്ടോ അതേപോലെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആബിദിനും ആലിമിനും തമ്മിലുള്ള വ്യത്യാസം. ഒരാലിമിന് നിങ്ങളിൽ എനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ടോ അതേപോലെ എൻ്റെ ഉമ്മത്തിലുള്ള ആലിമിന് ആബിദിനേക്കാൾ സ്ഥാനമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ് അവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർദ്. ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല, വ മലായികതഹു, അല്ലാഹുവിൻ്റെ മലക്കുകൾ, വ അഹ്ലസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ വസിക്കുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളും, ഹത്തൻ നംല ഫീ ജുഹ്രിഹ, മാളത്തിൽ താമസിക്കുന്ന ഉറുമ്പ് പോലും, വഹത്തൽ ഹൂത്ത്, സമുദ്രങ്ങളിൽ ജീവിക്കുന്ന ചെറിയ ചെറിയ മത്സ്യങ്ങൾ പോലും, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസൽ ഖൈർ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിക്കുന്ന, നന്മകൾ പഠിപ്പിക്കുന്ന ആലിമിന് വേണ്ടി ദുആ ചെയ്യുന്നു. വലിയ സ്ഥാനമാണത്, സമൂഹത്തിൽ ആർക്കും കിട്ടാത്ത സ്ഥാനം, അള്ളാഹിൻ്റെ സൃഷ്ടികൾ മറ്റൊരാൾക്കും കിട്ടാത്ത സ്ഥാനം. അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നു, മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, മലക്കുകൾ ദുആ ചെയ്യുന്നു ആലിമീങ്ങൾക്ക് വേണ്ടി. ആകാശലോകത്തുള്ള സകല വസ്തുക്കളും സൃഷ്ടിജാലങ്ങളും ആലിമിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഭൂമിയിലുള്ളതും ആകാശഭൂമികൾക്കിടയിലുള്ളതും എല്ലാ ജീവജാലങ്ങളും, അള്ളാഹുവിൻ്റെ സകല സൃഷ്ടികളും ആലിമിനു വേണ്ടി ദുആ ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ആലിമിൻ്റെ ശ്രേഷ്ഠത, ആലിമിൻ്റെ ഫضل, ഇൽമു പഠിക്കുന്നവൻ്റെ ഫضل, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിക്കുന്നവൻ്റെ ഫضل. ബഹുമാനിക്കുക, ആലിമീങ്ങളെ ബഹുമാനിക്കുക, അവരുടെ തെറ്റുകൾ മാപ്പാക്കി കൊടുക്കുക, അവരുടെ തെറ്റുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കരുത്,
അവരുടെ വശലാക്കി കളയരുത്. ജനങ്ങൾക്ക് മുമ്പിൽ ആദരിക്കപ്പെടേണ്ടവരാണവർ, ബഹുമാനിക്കപ്പെടേണ്ടവരാണവർ, സ്നേഹിക്കപ്പെടേണ്ടവരാണവർ. ആലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ ദീൻ അറിയുന്നവർ, കിതാബും സുന്നത്തും പഠിച്ചവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാൻ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് തൊട്ട് ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചു കൂടെ നടന്നു. ഇത് വല്ലാത്ത പ്രയാസമുണ്ടാക്കി സെയ്ദ് ബിൻ സാബിത്തിന്. അദ്ദേഹം ചോദിച്ചു, അതുംസികു അൻത ഇബ്നു അമ്മി റസൂലില്ലാഹ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അമ്മിൻ്റെ മകനായ താങ്കൾ എൻ്റെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ച് നടക്കുക, എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, താങ്കൾ നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഇന്ന ഹാകദ നസ്നഉ ബിൽ ഉലമാ, ഇപ്രകാരമാണ് ഉലമാക്കളോട് നാം പെരുമാറാൻ പഠിപ്പിക്കപ്പെട്ടത്. ഈ രീതിയിലാണ് സഹാബാക്കൾ പരസ്പരം ഇൽമുള്ളവരെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. നമുക്കിടയിലും അത് വേണം. മഹാനായ താവൂസ് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞു, ഇന്ന മിന സുന്നത്തി അൻ തുവഖറൽ ഉലമാ തുവഖറൽ ആലിം, സുന്നത്തിൽപ്പെട്ടതാണ് ആലിമീങ്ങൾ ബഹുമാനിക്കപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ഇൽമിൻ്റെ വാഹകരാവുക, ഇൽമ് പഠിക്കുക, ഇൽമ് അന്വേഷിച്ച് ഇൽമുള്ളവരുടെ അടുക്കിലേക്ക് പോവുക, അതിന് സമയം കണ്ടെത്തുക, അതിനുവേണ്ടി നമ്മുടെ ആയുസ്സും സമയവും ചെലവഴിക്കുക. അതുപോലെ തന്നെ ഇൽമുള്ളവരെ സ്നേഹിക്കുക, അതിൻ്റെ ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കുക, അവരെ സ്നേഹിക്കുക, ഇൽമ് ആഗ്രഹിക്കുക, ഇൽമിനു വേണ്ടി പണിയെടുക്കുക. ഇതൊക്കെ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നാം സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും ഉടമസ്ഥാന റബ്ബ് വിട്ടോർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.